ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:14-15 വാക്യങ്ങൾ. ദൈവത്തിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവപ്രകാരമുള്ള ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരിൽ പ്രമുഖനും പ്രശസ്തനുമായിരുന്ന ജൂലിയസ് സീസറിൻ്റെ ഭരണകാലത്ത് ചില നാട്ടുരാജാക്കന്മാർ അദ്ദേഹത്തെ എതിർക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു പോന്നു. അതിലൊരു രാജാവ് ധാരാളം പണം ചെലവഴിച്ച് രത്നങ്ങൾ പതിച്ച് സ്വർണ്ണകിരീടമുണ്ടാക്കി ജൂലിയസ് സീസറിന് സമ്മാനമായി കൊടുത്തയച്ചു. എന്നാൽ സീസർ ആ കിരീടം നിരസിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ രാജാവ് എന്നോട് യുദ്ധത്തിലാണ്. നിങ്ങളുടെ രാജാവ് എനിക്കൊരു ശത്രുവായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളിൽ നിന്ന് ഒരു സമ്മാനവും സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഇങ്ങനെയാണ് മനുഷ്യൻ ദൈവപ്രസാദത്തിനു വേണ്ടി വിവിധ യാഗങ്ങൾ, സൽക്കർമ്മങ്ങൾ, തീർത്ഥയാത്രകൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അവയ്ക്കൊന്നും യാതൊരു ഫലപ്രാപ്തിയുമില്ല. മനുഷ്യൻ അർഹിക്കുന്ന രക്ഷ അഥവാ മോക്ഷം അവന് ലഭിക്കുന്നില്ല. പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളൊക്കെയും കറവറണ്ട തുണി പോലെയാവുന്നു. യെശയ്യാവ് പ്രവചനം 64-6 വാക്യം. ദൈവം മനുഷ്യനെ നിർമ്മിച്ചതിൻ്റെ പ്രഥമ ഉദ്ദേശ്യം അവനുമായി കൂട്ടായ്മ അനുഭവിക്കുന്നതിനാണ്. ഏദൻ തോട്ടത്തിൽ സകല സൗകര്യങ്ങളോടും കൂടി ജീവിച്ചപ്പോൾ ദൈവത്തെ പോലെ ആകണമെന്ന മോഹം മനുഷ്യനിലുണ്ടായി. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. മനുഷ്യന് തൻ്റെ മഹത്വവും അധികാരവും നഷ്ടപ്പെട്ടു. അന്നു മുതൽ മനുഷ്യൻ വിവിധ മാർഗങ്ങളിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രക്ഷിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ മോക്ഷം തേടുന്നവരാണ് ഇന്നേറെ. ഇങ്ങനെയൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കെല്ലാം നെയ്യപ്പം ഇഷ്ടമാണെന്ന് കരുതുക. നാം ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി നെയ്യപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ സ്നേഹിച്ച് ആ വീട്ടിലെ അമ്മച്ചി കയ്യിൽ നെയ്യപ്പവുമായി നമ്മുടെ അടുക്കലേക്ക് വന്നു. എന്നാൽ നെയ്യപ്പം എടുക്കുവാൻ കൈകൾ നീട്ടിയ നാം നെയ്യപ്പം വാങ്ങുവാൻ മടിച്ചു. കാരണം ആ കൈ നിറയെ അഴുക്കും പഴുപ്പും നിറഞ്ഞിരുന്നു. നെയ്യപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിലും അത് കൊണ്ടുവന്ന കൈ വിശുദ്ധമല്ലാത്തതായാൽ നാം നെയ്യപ്പം സ്വീകരിക്കുകയില്ല. ഇതുപോലെയാണ് പാപിയായ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ദൈവപ്രകാരം മാനസാന്തരപ്പെടാതെ സമർപ്പിക്കുന്ന യാതൊരുവിധമായ യാഗങ്ങളെയും ദൈവം അംഗീകരിക്കുകയില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്നിടത്തോളം കാലം അവന് എത്രയും ശ്രേഷ്ഠമായ പുണ്യപ്രവർത്തികളും ദാനധർമ്മങ്ങളും ദൈവമുമ്പാകെ ചെയ്യാൻ കഴിയുമെങ്കിലും അത് അസ്വീകാര്യമായിട്ട് തീരുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക: നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തു നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. സങ്കീർത്തനം 50:9. എന്നാൽ ദുഷ്ടനോട് ദൈവം ചോദിക്കുന്നത്: നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ എൻ്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ എൻ്റെ ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങളെ നിൻ്റെ പിറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. സങ്കീർത്തനം 50:16-17. നമ്മുടെ ദാനധർമ്മങ്ങളെയല്ല, നമ്മെ തന്നെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തിനെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാത്തവരുടെ ദാനങ്ങളിൽ ദൈവം പ്രസാദിക്കുകയില്ല. പ്രിയരെ, ദൈവത്തിൻ്റെ ശത്രുവായ മനുഷ്യൻ ദൈവവുമായി സമാധാനബന്ധത്തിലായിത്തീരുമ്പോൾ മാത്രമേ അവനത് പ്രസാദമായിട്ട് തീരുകയുള്ളൂ. ദൈവവുമായി നിരപ്പ് പ്രാപിക്കുക, മാനസാന്തരാനുഭവത്തിൽ ജീവിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇത് മാത്രമാണ് വഴിയെന്ന് തിരിച്ചറിയുക.